കേസ് നോക്കിയൊരു കാള ഓടി വരുന്നതാക്കിയേ. ഇതൊക്കെ എങ്ങോട്ട് ഓടി പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. നൈസ് തന്നെ അത്. പക്ഷേ എന്തായാലും നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതല്ല, അതുകൊണ്ട് സീനില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ചാമുണ്ടി ഹിൽസിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പം ഞാനും നമ്മളെ ചങ്ങായും കൂടെ ഇതിലേക്ക് ഇങ്ങനെ നടക്കുവാണ്, കണ്ടില്ലേ. അപ്പം ഓക്കെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിലേക്ക് താഴേക്കൂടെ വരുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പം നേരെ നന്ദി ഹിൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. സ്ട്രെയിറ്റ് റോഡ് നന്ദി ഹിൽസാണ് പറഞ്ഞത്. കുറേ കറങ്ങിത്തിരിഞ്ഞാണ് കേട്ടോ ഈ വഴി പോകേണ്ടത്. ഇതുവഴി തന്നെ നന്ദി ഹിൽസ്. നമ്മൾ ഇവിടെ നേരെ നന്ദി ഹിൽസാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ മൈസൂരിലും കുറേ കറങ്ങിയതിന് ശേഷമാണ് നേരെ നന്ദി ഹിൽസിലും പോകുന്നത്. കണ്ടില്ലേ, ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം ഇതേപോലത്തെ പശുക്കളാണ് കേട്ടോ. റോട്ടിൽ ഫുള്ളും പശുക്കളൊക്കെ വന്നു നിന്നാൽ കുറച്ച് ഓടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഈ നന്ദി ഹിൽസിലേക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നല്ല റോഡായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. നല്ല റോഡാണ് ഈ വഴി. ഞാൻ കുറേ കാലം മുമ്പ് ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട്. റോഡിലേക്കൂടെ പോവുക കുറച്ച് റിസ്ക്കിയാണ്. ചെറിയ റോഡായതുകൊണ്ട് റോഡിൽ വീതിയൊക്കെ ഉണ്ട്, പക്ഷെ വളവായതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ KSRTCൻ്റെ ബസ്സൊക്കെ പോകുന്നുണ്ട്, കർണാടക KSRTC ഒക്കെ. അപ്പം ഞാനും അയ്പ്പനൊക്കെ ഇന്നലെ രാവിലെ തന്നെ വിട്ടു. ഇന്ന് രാവിലെ 5 മണിക്കാണ് നമ്മൾ വിട്ടത്. അപ്പം എന്നിട്ട് ഏകദേശം 4-5 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മൈസൂർ ടൗണിലെത്തിയത്. അപ്പം ഇന്ന് രാത്രി ഒരു 12 മണി വരെ കറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം പരമാവധി എല്ലാ സ്ഥലവും ഒന്ന് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ശേഷം ദസറ കൂടിയിട്ട് വൈകുന്നേരമാണല്ലോ, രാത്രിയിലാകുമ്പോഴത്താണ് ഫുള്ള് കളർഫുള്ളായിട്ട് പരിപാടികളൊക്കെ. ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. അപ്പോൾ രാവിലെ നമ്മൾ മൈസൂർ സൂവിലൊക്കെ പോയി, പിന്നെ അതേപോലെ തന്നെ മൈസൂർ പാലസിലും പോയി. പക്ഷേ പാലസ് ക്ലോസ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് മൈസൂർ പാലസിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൂടെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്രയേറെ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ചെറിയ റോഡാണ് കണ്ടില്ലേ. അപ്പം ഒരു ബസ്സിന് പോകാനും ഒരു കാറിന് പോകാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോൾ KSRTC ആയതുകൊണ്ട് എന്തായാലും സൈഡും തരില്ല അവർ. സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമായിട്ട് സൈഡ് കയറി പോകുമായിരുന്നു. റോഡ് നല്ല റോഡായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ് എന്ത് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരേക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ പട്ടണമൊക്കെ കാണാം കേട്ടോ. താഴെ നല്ല വളവും തിരിവൊക്കെയാണ്. നമ്മൾ എയർപിന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഇങ്ങോട്ടെത്തുമ്പോൾ നല്ലോണം ചെറിയ റോഡായി. നോക്കട്ടെ, ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കയറിപ്പോവായിരുന്നു. പക്ഷെ നല്ല തിരക്കാണ്. ഇപ്പോൾ രാത്രി വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കും വിചാരിക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 2 വഴി കാണുന്നുണ്ട്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. KSRTC ഒക്കെ വരുന്നുണ്ട് ഇതിലേക്കൂടെ, കർണാടകൻ്റെ.
അപ്പോൾ കുറച്ചും കൂടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ടൗണിൻ്റെ നല്ല വ്യൂ കാണാൻ പറ്റും. കാരണം ഫുൾ ലൈറ്റൊക്കെ കളർഫുള്ളായിരിക്കുമല്ലോ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പം പിന്നെ പരമാവധി നമ്മളെല്ലായിടത്തും പോയി. അപ്പം മൈസൂർ സൂവിൽ പോയ സമയത്ത് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മൃഗങ്ങളെയൊക്കെ സൂം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ആക്ഷൻ ക്യാമറയിൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചാമുണ്ഡി ഹിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നല്ല നല്ല കളർഫുള്ള് കാഴ്ചകൾ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഫുൾ അടിപൊളിയാണ് കേട്ടോ. നാളെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴേക്കുള്ള ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവിടെ കയറാം. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിട്ടാണ്. എനിക്ക് വന്ന് ചാമുണ്ഡി ഹിൽസിലേക്ക് എത്തിയെന്ന് തോന്നുന്നു, എത്താനായെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റിൻ്റെ മുമ്പിലാണ് ആൾക്കാർ. ഇപ്പോൾ തിരക്ക്. ഇപ്പോൾ കെ എസ് ആർ ടി സിൻ്റെ പുറകിൽ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ഒക്കെ ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്ന സ്വീറ്റ്സ്. ജോജിൻ്റെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ടാണ് റോഡ്. നല്ല ട്രാഫിക്കാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ എല്ലാ ടൈമിലും ഇങ്ങോട്ട് കെ എസ് ആർ ടി സി ഇല്ലാണ്ട് നമുക്ക് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മൈസൂർ പട്ടണമാണ്, കണ്ടില്ലേ? ഫുള്ള് വലിയ പട്ടണമാണ് കേട്ടോ കാണാൻ. അതെ, മൈസൂരൊക്കെ കാണാം ഇവിടെ. കുറേ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഈ സ്ഥലമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ബസ്സൊക്കെ ഇങ്ങനെ കറങ്ങി പോകുന്ന പോലെ കണ്ടായിരുന്നു. നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട ടൗണൊക്കെയാണ് ഇപ്പം താഴെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഗോപ്രോയിൽ എന്തായാലും കാണാൻ സാധ്യതയില്ല. ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈടെല്ലാം കണ്ടില്ല. ഈടെല്ലാം താഴേക്ക് വലിയ ഒരു എർത്താണ്. താഴെയാണ് ടൗൺ. ഓക്കെ, ഒരു വണ്ടീൻ്റെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ട് കയറുന്നു. പക്ഷേ ഫുള്ള് കാറും തിരക്കുമാണ്. റോഡൊക്കെ ചെറുതാണ് സത്യത്തിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. ഒരു കുറച്ച് പോലും സ്പേസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ കയറി പോക്കും നടക്കുന്ന കാര്യമല്ല, ഉണ്ടല്ലേ? കുറേ ആൾക്കാർ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നൈസ് തന്നെ ഗൈസ്. സോ ഈ ബസ്സിനെ വെട്ടിച്ച് മുന്നോട്ട് പോകുക പറയുന്നത് നടക്കാത്ത കാര്യം തന്നെ. കാരണം അതിന് മാത്രമേ ഗ്യാപ്പില്ലൂ. ഈ ഫുൾ ഗൈസ് നൈസായിട്ട് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വലിയൊരു ട്രാഫിക് ഇല്ല കേട്ടോ. ടെമ്പിളിൽ വൈകുന്നേരം ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്കുണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. തിരിച്ചും വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ 3489 ഫീറ്റ് ഉയരത്തിലേക്ക് എത്തി കേട്ടോ. സോ ഈ സൈഡിലൊക്കെ KSRTC വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
ബസ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ടൊരു നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ പോകാനും. ബസ്സും ഓട്ടോയൊക്കെ ആവശ്യത്തിനുണ്ട് ഇവിടെ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചായക്കട കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഗൈസ്, നമ്മളിപ്പം ചാമുണ്ടി ഹിൽസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആന്നല്ലടാ അത് കാണിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചാമുണ്ടി ഹിൽസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയിട്ടാണ്. അപ്പം ഇപ്പോൾ നൈസായിട്ട് വെയിൽ പോയി. ഇപ്പോൾ സത്യത്തിൽ നല്ലോണം വെയിലെല്ലാം പോയി, ഇരുട്ടായി. പക്ഷെ എന്നാലും ക്യാമറയിൽ അത്യാവശ്യം വെളിച്ചം കാണുന്നുണ്ട്. ഇടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ടെമ്പിളിലേക്ക് ഇങ്ങോട്ടാ? ടെമ്പിൾ ബൈ. ആ ഗുഡ്. ഇവരുടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. എന്താടാ അഖിലേ, നീ ഇങ്ങനത്തെ കാറ് വേണോ? അഖിലേ, കാറ് വേണോടാ അഖിലേ? ഉണ്ടല്ലേ? ടെമ്പിളിലേക്ക് എത്തുന്ന നല്ല തിരക്കുണ്ട്. ഹലോ, എന്തായാലും ഇട്ട തുടങ്ങിയല്ലേ. നമ്മളിങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നല്ലോണം വൈകി. നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം കയറാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം. ഉണ്ടല്ലേ, ഈ വഴിയാണെന്ന് തോന്നുന്നു പോകേണ്ടത്. ഇവിടെ ഫുള്ള് ചന്തയാണ് കേട്ടോ. കുറേ സാധനമൊക്കെ വെക്കുന്ന ചെരുപ്പൊക്കെ ഈ സൈഡിൽ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോകേണ്ടത്. ഓക്കെ, അഖില നീ അടുത്താ? നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയത് നമ്മൾ രണ്ടാളും കൂടെ. അപ്പം ഇത്രയും സമയമായി. അല്ലേ, ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് തിരക്കായിട്ടാ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ചാമുണ്ടി ഹിൽസിൻ്റെ ടോപ്പിലെത്തിയിട്ട് അതിന് അമ്പലത്തിലേക്ക് കയറണം. നമ്മളിവിടെ എത്തി. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നല്ല വ്യൂ ആണ് ഇവിടെ കണ്ടില്ലേ. ഓക്കെ, ചാമുണ്ടി ഹിൽസ്. അപ്പം ഇവിടെ നല്ല വെളിച്ചമുണ്ട് സത്യത്തിൽ. ഓക്കെ, നല്ല വെളിച്ചമുണ്ട്. നമ്മളിപ്പം കുറേ ദൂരം നടന്ന് വന്ന് ഇതിലേക്കൂടെ അതൊരു മാർക്കറ്റിലേക്കൂടെ കയറിയിട്ടാണ് നമ്മൾ വന്നത്. ഈ മാർക്കറ്റിലേക്കൂടെ കയറിയിട്ടാണ് ഇപ്പം നമ്മളിങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് വെളിച്ചമുണ്ട് കണ്ടില്ലേ. ഇതാണ് ടെമ്പിളിൻ്റെ, ഇതെന്താണ് പറയുകയെങ്കിലേ ഈ ടെമ്പിളിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചന്ദ്രനെ കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇത് രണ്ടും കൂടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അല്ല ഇതിലേക്കൂടെ പോയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടാണ് വരേണ്ടത് കണ്ടില്ലേ. ഇപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. അഖിലേ, നീ എന്താ പറയുക, നീ ആദ്യമായിട്ടല്ലേ കർണാടകത്തിൽ വരുന്നത്? എങ്ങനെയുണ്ട് സ്ഥലം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കിയേ. ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാനും അഖിലും ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇത്രയും ദൂരം ആദ്യമായിട്ട് ഞാനും അഖിലും കൂടെ വരുന്നത് കണ്ടില്ല. ഇനി നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലും കൂടെ കയറണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, വീട്ടിൽ എന്തെല്ലോ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് കണ്ടില്ലേ. അഖിൽ ഇത് മേടിക്കുന്നുണ്ടോ? കിतना പൈസ? 30. ഓക്കെ, 30 റുപ്യക്കാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് കണ്ടല്ലേ. ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ടെമ്പിളിൽ പോയി വന്നിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ടെമ്പിളിൽ പോകാം അല്ലേ. ഞങ്ങൾക്ക് നേരെ നമുക്ക് ടെമ്പിളിൽ പോയിട്ട് വന്നതിന് ശേഷം കഴിക്കാം. അതെൻ്റെ പ്ലാൻ. ഇതിലേക്കൂടെ ടെമ്പിളിലേക്ക്
ഇതുവഴിയാണ് കറങ്ങിയിട്ടാണ് പോകേണ്ടത്. അല്ല അതിലേക്കൂടെ പോകേണ്ട കേട്ടോ. എല്ലാവരും അതിലേക്കൂടെ കയറി വരുന്നുണ്ടല്ലേ. അത് എൻട്രി. അപ്പോൾ അതിലേക്കൂടെ എൻട്രി. ആ എൻട്രിയിലേക്കൂടെ നമുക്ക് നേരെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കോ. ടെമ്പിളിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. വീഡിയോ എടുക്കാൻ സാധ്യമില്ല കേട്ടോ. നമുക്കിവിടെ നൈസായിട്ട് വീഡിയോ ഓഫ് ആക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ടെമ്പിളിൻ്റെ മുൻവശം കേട്ടോ. നൈസാണ്. ഇവിടെ വരുന്ന സമയത്ത് നല്ല കാര്യമുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ടെമ്പിൾ. നല്ല കാര്യമുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ എന്നാലും വലിയ സീനൊന്നുമില്ല. നല്ല രസമുണ്ട്. നമ്മൾ ഇത്രയും ദൂരം നല്ലോണം ടയർഡായിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ പോലീസുകാരും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവും കൂടെ എടുക്കാം കേട്ടോ. ഇതാണ് ഫ്രണ്ട്. ഇവിടെ ആളുകൾ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ടെമ്പിളിൻ്റെ മുൻവശം. ഇവിടെയൊക്കെ ഇപ്പം കുറച്ച് ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ ഇവിടെ. നമുക്ക് എന്തായാലും ഇപ്പം ഇനി ടെമ്പിളിലേക്ക് കയറണം അല്ലേ. നമുക്ക് ഇടുന്നു. ഓക്കെ, എനിക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇനി ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇനി ഇതിലേക്കൂടെയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഇതിലേക്കൂടെ കറങ്ങിയിട്ട് പോകണം അല്ലേ. കണ്ടില്ലേ, ഫ്രീ എൻട്രി ആണെങ്കിൽ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതുവരെ ഉത്സവത്തിന് വലിക്കുന്ന രഥമാണ് കേട്ടോ. ഇല്ല, ഇതാണ് അഖിലേ ഉത്സവത്തിന് വലിക്കുന്ന രഥം. കണ്ടിട്ടില്ലേ, നമ്മളെ ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സാധനം കേട്ടോ. കണ്ടില്ലേ അഖിലേ, നീ ആടെ നിൽക്കറാ അവിടെ. കണ്ടില്ലേ, ഇപ്പം അഖിലിന് നോക്കിയേ, ഈ ഒരു ടയറിൻ്റെ വലിപ്പമുണ്ട് അഖിലിൻ്റെ വലിപ്പമുണ്ട് ടയറിന്. കണ്ടില്ലേ, ഇതാണ് രഥം. ആ, ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് എലിഫൻ്റ് കണ്ട ആനേനെ. നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടാ. ഇവിടെ നല്ല ക്യൂ ആണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യൂ ആണ്. ക്യൂവിൽ കുറേ ആൾക്കാരുണ്ട് കണ്ടല്ലേ. ഇത് ഫുള്ള് ക്യൂ ആണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുത്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം കയറി തൊഴുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുത് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ നേരെ പോവാണ് ഗൈസ്. ഓക്കെ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു, ഞാനും അഖിലും ഇവിടുന്ന് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, ബൈ.